നമ്മളിന്ന് വന്നിരിക്കുന്നത് എസ് എൻ പുരത്തിന് അടുത്തുള്ള ശംഖുകുളങ്ങര കാവിലാണ്. ഈ കാവിന് ഒരുപാട് സവിശേഷതകളും ഒരുപാട് പ്രത്യേകതകളും അതുപോലെ തന്നെ പ്രകൃതിയെ കൺസർവ് ചെയ്യുന്ന ഒരുപാട് കഥകളും പറയാനുണ്ട്. ഉത്സവത്തിന് ആനയില്ലാത്ത, അതുപോലെ തന്നെ എന്താണ് മരങ്ങളോ കാര്യങ്ങളൊന്നും വെട്ടി മാറ്റാത്ത ഒരു അമ്പലമാണ് ഈ ശംഖുകുളങ്ങര കാവ്. ഈ കാവിന്റെ വിശേഷങ്ങളിലേക്ക് വരാം. ചേട്ടന്റെ പേര്? എൻ്റെ പേര് ദേവി പ്രസാദ്. കിഴക്കൂട്ട് കുടുംബ ട്രസ്റ്റിന്റെ സെക്രട്ടറിയാണ്. അപ്പോ ഇത് ശ്രീ ശംഖുകുളങ്ങര ക്ഷേത്രം എന്ന് അറിയാം. ശംഖുകുളങ്ങര ഭഗവതി ക്ഷേത്രം. അപ്പൊ ഈ ശംഖുകുളങ്ങര എന്ന് വരാൻ കാരണം ഇവിടെ ഈ അമ്പലത്തിന്റെ പിന്നിലായിട്ടൊരു കുളമുണ്ട്. ആ കുളം ശംഖിന്റെ ആകൃതിയിലായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പൊ ശംഖിന്റെ ആകൃതിയിലല്ല, അന്ന് ശംഖിന്റെ. അപ്പൊ ആ ശംഖിന്റെ ആകൃതിയിലുള്ള കുളത്തിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് ശംഖുകുളങ്ങര എന്നാണ് പേര് വന്നത്. അങ്ങനെയാണ് ശംഖുകുളങ്ങര പേര്. അപ്പൊ ഇവിടെ ഈ വനത്തിന്റെ അകത്ത് തന്നെ ഒരു 3 ഏക്കർ താഴെയുള്ള ഏരിയ ഉണ്ട്. ഈ വനം ആയിട്ട് കാവായിട്ട്. ഇപ്പൊ ഇത് പരന്നു കിടക്കുന്ന ഏകദേശം 3 ഏക്കറിൽ താഴെയാണ്. ഇത്രയും താഴെ അത്രയും സ്ഥലത്ത് വനവും പാടവുമായിട്ട് ഇങ്ങനെ പരന്നു കിടക്കുന്ന ക്ഷേത്രമാണ് ഇത്. ഇത് വളരെ പുരാതന ക്ഷേത്രം. പണ്ട് മതിലകം തൃക്കണ്ണാപുരം ആ ഏരിയയിൽ പെട്ടിട്ടുള്ള ഒരു പുരാതന ക്ഷേത്രമാണ്. ഇതിന്റെ പഴക്കം ഇതുവരെ ഇതായി തീർപ്പാക്കാൻ സാധിച്ചിട്ടില്ല. ഇത് അതുകൊണ്ട് തന്നെ വനദുർഗം പ്രതീക്ഷിച്ചിട്ടുണ്ട് ഇതിനകത്ത്. ഈ അമ്പലത്തിന് താഴെക്കൂടം ഇല്ല. അപ്പോ താഴെക്കൂടം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ മഴ പെയ്യുന്നത് ആ രീതിയാണ് ഇതിന്റെ നിർമ്മിതി തന്നെ. മഴ പെയ്യുമ്പോൾ പ്രകൃതിയോട് ചേർന്ന് തന്നെ മഴ പെയ്യുമ്പോൾ ഈ നടുക്ക് ഇതിന്റെ ഒരു പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ ഒരു പീഠത്തിൽ 3 പേരാണ്. ആ 3 പേരിൽ കിഴക്കൂട്ട് മുഖമായിട്ട് വലതുവശത്ത് രാജരാജേശ്വരി ഇരിക്കുന്ന രൂപത്തില്, നടുക്ക് വനദുർഗ ശ്രീദുർഗ നിൽക്കുന്ന രൂപത്തില്, പിന്നെ ഇടതുവശത്തായിട്ട് ശാസ്താവ് ഇരിക്കുന്ന രൂപത്തിൽ. അപ്പൊ ഈ ഇതിന്റെ നിർമ്മിതി എങ്ങനെയാന്ന് വെച്ചാല് മഴ പെയ്യുന്ന സമയത്ത് ജലം ഉള്ളിലേക്ക് വരും. അത് ദുർഗയുടെ ശിരസിൽ വീഴുന്ന രീതിയിലാണ് ഇതിന്റെ പ്രത്യേകത. പിന്നെ ഇവിടുത്തെ ഉപദേവന്മാര് ദണ്ഡൻ, നാഗേക്ഷി, വേട്ടക്കരൻ. അപ്പൊ ഈ നാഗേക്ഷിക്ക് എല്ലാ മാസവും ആയില്യത്തിന് പൂജയുണ്ട്. പിന്നെ ഇത് കൂടാണ്ട് തന്നെ ഈ അപ്പുറത്ത് കുറച്ച് അങ്ങോട്ട് നീങ്ങിയിട്ട് ധർമ്മദൈവത്തിനോട് ചേർന്ന് ഞങ്ങളുടെ 2 കാവുണ്ട്. ആ കാവിനകത്ത് കരിനാഗം മണിനാഗം എന്നാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. ആ കാവിലും മൊത്തം എല്ലായിടത്തും ഈ ഇതിനും കൂടിയിട്ട് ചെയ്യുന്ന കൊല്ലത്തിൽ ഒരിക്കലും പൂജ ഉണ്ടാവും. അത് കന്യമാസത്തില് ആയില്യാണ്. ഓക്കെ. ഇവിടുത്തെ പ്രധാന ഉത്സവം വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തേക്ക്. അപ്പൊ രാജരാജേശ്വരിയെ പുറത്തേക്ക് എഴുന്നള്ളിക്കും. അപ്പൊ അന്നത്തെ ദിവസം പ്രസാദകൂട്ടും മറ്റ് പ്രത്യേക വഴിപാടുകൾ ഉണ്ടാവും. നെയ്യ് വിളക്ക് അന്ന് മുഴുവനും നെയ്യ് കൊണ്ടായിരിക്കും അന്ന് വിളക്ക്. അകത്തും പുറത്തെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ നമ്മളിവിടെ അമ്പലത്തിന്റെ മുമ്പിലായിട്ടുള്ള സ്ഥലം ആൽത്തറ വരെ ഒരു 10, 200, 250 നിലവിളക്ക് കത്തിച്ചു വെക്കും. അതൊക്കെ നെയ്യ് വിളക്കായിരിക്കും. അങ്ങനെ പ്രദേശത്തിലെ ആൾക്കാർ മൊത്തം വന്നിട്ട് അതുപോലെ ഇവിടുത്തെ ചുറ്റും വീടുകളിൽ വന്നത്തെ ദിവസം കാർത്തിക ദീപം തെളിയിക്കും. അതിപ്പോ ഇക്കൊല്ലത്ത് വരുന്നത് ഡിസംബർ 4-ാം തീയതിയാണ്. പിന്നെ വേറെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ കർക്കിടക മാസത്തിൽ തീയാട്ടുണ്ട് ഇവിടെ. തീയാട്ട് അത് കർക്കിടക മാസത്തിൽ ഇന്ന ദിവസമൊന്നുമില്ല. അപ്പൊ അത് കർക്കിടക മാസത്തിൽ നടക്കുന്ന തെയ്യം പോലത്തതാണോ? തെയ്യല്ല. അപ്പൊ അന്നത്തെ അത് ഞാൻ പറഞ്ഞു വരുന്നത് ഈ കർക്കിടക മാസ തീയാട്ടിന് ദുർഗയെ പുറത്തേക്ക് എഴുന്നള്ളിക്കും. അപ്പൊ ഇവിടെ ഈ കാണുന്നത് പാട്ടമ്പലം എന്നാണ്. അപ്പൊ പാട്ടമ്പലം 2 തട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ പാട്ടമ്പലത്തിന്റെ കിഴക്കോട്ട് മുഖമായിട്ടിരിക്കുമ്പോൾ ഇടതുവശത്തെ തട്ടിനകത്തേക്ക് ദുർഗ എഴുന്നള്ളിക്കും. അത് കാലത്ത് എഴുന്നള്ളിക്കും. ദുർഗ എഴുന്നള്ളിച്ച് ബ്രാഹ്മണിമ വന്നിട്ടാണ്. ബ്രാഹ്മണിമ പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാല് ഇവിടെ ദേവിമാരൊക്കെ പുറത്ത് എഴുന്നള്ളിക്കുമ്പോഴൊക്കെ കുടുംബത്തിലെ സ്ത്രീകൾ വരണം. ചങ്ങലവട്ട എന്നൊരു വിളക്ക് അവര് തന്നെ സ്ത്രീകൾ. അതിന്റെ പ്രത്യേകത കാരണം ഇത് പണ്ടത്തെ വീടുകളിലൊക്കെ മെയിനായിട്ട് സ്ത്രീ പ്രാധാന്യമാണുള്ള. ദേവിമാരും കൂടുതൽ പഴയ അമ്പലങ്ങളിലൊക്കെ അങ്ങനെയാണ്, ദേവിമാരുടെ പ്രാധാന്യമാണ്. അപ്പൊ അവരും പിന്നെ ബ്രാഹ്മണിമം കൂടിയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ബ്രാഹ്മണി പാട്ടുണ്ടാവും. ബ്രാഹ്മണി പാട്ട് ഈ തെക്കേ തട്ടില് വൈകുന്നേരം ശാസ്താവിനെ പുറത്തേക്ക് എഴുന്നള്ളിക്കും. അപ്പൊ അവിടെ കളം വരയ്ക്കും. തീയാടി നമ്പ്യാന്മാരാണ് അത് ചെയ്യുക. അതിന്റെ അവര് ഉച്ചതിരിഞ്ഞ് വൈകുന്നേരം എഴുന്നള്ളിക്കുന്നതിന് മുമ്പ് ഉച്ചതിരിഞ്ഞ് അവർ ആ തെക്കേ തട്ടിൽ കളം വരയ്ക്കും. അത് അയ്യപ്പന്റെ ഓരോ രൂപങ്ങളായിരിക്കും വരയ്ക്കുക. അത് പിന്നെ അതിനുശേഷം രാത്രി പിന്നെ കളമ്പാട്ടുണ്ടാവും. കളമ്പാട്ട് കഴിഞ്ഞിട്ട് നടക്കില് ആംഗ്യക്കൂത്തുണ്ടാവും. അപ്പൊ ആംഗ്യക്കൂത്ത് എന്ന് പറഞ്ഞാൽ അയ്യപ്പ ചരിതായിരിക്കും ആംഗ്യക്കൂത്തൂടെ കാണിക്കുക. ആംഗ്യക്കൂത്ത് കഴിഞ്ഞ ശേഷം കളം ഇവിടെ ഇത് വന്നിട്ട് തീപ്പന്തത്തോടുകൂടി വന്നു കഴിഞ്ഞ് ഈ കളം മായ്ക്കും.
ഈ കളം മായ്ക്കുന്നത് സമയത്ത് പണ്ട് കാലത്ത് തുള്ളലുണ്ടായിരുന്നു. ഇപ്പൊ തുള്ളലൊന്നുമില്ല, കളം മാറ്റി. ഈ കളം ഇടുന്നത് തന്നെ വാകപ്പൊടി, മഞ്ഞപ്പൊടി, അരിപ്പൊടി, കരിപ്പൊടി, ഇത്രയും ഇതും കൂടിയിട്ട് അവർ കളം ഇപ്പോഴും അതുപോലെ തന്നെയാണ് കളം വരയ്ക്കുന്നത്. ഇത്രയും സാധനങ്ങൾ കൊണ്ടിട്ടാണ് കളം വരയ്ക്കുന്നത്. ഇതാണ് ശാസ്താവിന് കൊല്ലത്തിലൊരുക്കി. പിന്നെ അതുകൂടാണ്ട് ശാസ്താവിന് മണ്ഡലകാലത്ത് ഇത് മണ്ഡലകാലം തീരുന്ന സമയത്ത് 10-ാമതയം. അപ്പൊ 10 എന്ന് പറഞ്ഞാൽ ധനു തുടങ്ങിയിട്ട് 1 തൊട്ട് 11 വരെ ആ സമയത്ത് വൈകുന്നേരം ശാസ്താവിനെ പുറത്തേക്ക് എഴുന്നേൽക്കും. അത് 10-ാമതയത്തോടുകൂടി അതിന്റെ തീരും. അപ്പൊ ചില ദിവസം ചില മാസങ്ങളിൽ അത് 11 ചിലപ്പോൾ 12 ഈ 12 ഉത്തവും വൈകുന്നേരം എഴുന്നള്ളിക്കും. ഇതാണ് വേറെ ഇത് ആഘോഷം. അതുകൂടാണ്ട് ഇവിടെ പണ്ട് തൊട്ടുള്ള ഒരു ആചാരമാണ്, അത് കേട്ടിട്ടുണ്ടാവും, 28 ചാറിലെന്നും പറഞ്ഞു. 28 ചാറിലെന്നാണ് പറയായിരുന്നു. അത് മകരമാസം 27-ാം തീയതി അന്ന് ദളിത് കുടുംബങ്ങളാണ് അത് ചെയ്യുന്നത്. പണ്ട് തൊട്ടേ ഉള്ള ആചാരമാണ്, ഇപ്പോഴും അവർ കൃത്യമായിട്ട് ചെയ്തിരുന്നു. അന്ന് വൈകുന്നേരം അവരിവിടെ വന്ന് ഇവിടെ അവരെ ഭഗവതിയുടെ കളം വരയ്ക്കും. അന്ന് രാത്രി മുഴുവനും പ്രാർത്ഥനയോടെ ഇരിക്കും. അത് പിന്നെ 2-3 മണിയാവുമ്പോൾ അവർ 2-3 ഗ്രൂപ്പുകളുണ്ട്. അവര് സ്ത്രീകൾ താലമായിട്ട് വരും. താലമായിട്ട് വന്ന് പ്രദക്ഷിണം വെച്ച് രാത്രി ഒരു 3-4 മണിക്കാണ് വരിക പ്രദക്ഷിണം. അപ്പോഴേക്കും നട തുറന്നിരിപ്പുണ്ടാവും. നട തുറന്നിരിക്കുന്ന സമയത്ത് തുറന്നു വെച്ച് താലം സമർപ്പിച്ച് അവര് പിന്നെ പറ നിറച്ച് 6 മണിയാകുമ്പോഴേക്കും പറ നിറച്ച് പിന്നെ അന്നത്തെ പ്രധാന വഴിപാടും പട്ടും താലി, ഭഗവതിക്ക് പട്ടും താലിയും ചേർത്ത് അവർ തിരിച്ചു പോകും. അത് പലതരത്തുണ്ട്. അത് ഈ ഏരിയയിൽ, തൃശ്ശൂർ ഏരിയയിലൊക്കെ ഉണ്ടോ, ഈ 28 ചാറിലുണ്ട്. അത് അവർക്ക് വളരെ ഭക്തിപൂർവ്വമാണ് അത് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടുകൾ. പിന്നെ ഇതിന്റെ ഏറ്റവും പ്രധാനമായിട്ട് ഇതിനെ തുടർന്ന് പോകുന്നതിന്റെ കാര്യം വിശ്വാസമാണ്. അപ്പൊ ഈ വനത്തില് ഒരു ചെടിയും ഒരു വൃക്ഷവും മുറിക്കാൻ പാടില്ല. ആ മുറിച്ചു കഴിഞ്ഞാൽ തറവാട്ടിന് ദോഷം വരും. അത് തലമുറകളായിട്ട് കൈമാറി വരുന്നതാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും കാലം ഇതൊക്കെ വന്നെങ്കിലും ഒരു 80 കാലത്തേക്കൊക്കെ വളരെ മോശമായ രീതിയിലായിരുന്നു. കൃത്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. അവർ ഒരു സംഗതി ഒന്നും ചെയ്തിട്ടില്ല. ഈ വനം അതുപോലെ അത് ഇത്തിരി വലുതായി എന്നല്ലാണ്ട് ഇത് ഒട്ടുമായിട്ടില്ല. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് തലമുറകളെ കടന്നു വരുന്ന വിശ്വാസം. കാരണം ഇതിനകത്ത് മരം മുറിക്കരുത്, ചവറടയ്ക്കണം, അടിച്ചു മാറ്റി പുറത്തേക്ക് കൊണ്ടുപോകരുത്. പ്രകൃതിയിൽ നിന്നൊന്ന് പ്രകൃതിയിലേക്ക് തന്നെ തിരിച്ചു പോകണം. കാരണം ചവറക്ക് ഇതിനകത്ത് അടിച്ചിരുന്നൊക്കെ ഇതിനകത്ത് തന്നെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇത് വേറെ തരത്തിൽ ഒരു ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതാണ്. അതുമല്ല, ഇവിടെ വളരെ മാറ്റി ഞങ്ങളുടെ വീട്ടിലെ കുടുംബാംഗങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ, വൈകാരികമായിട്ട് വളരെ അടുത്തിട്ടുള്ളതാണ്. അവർ കുറെ തരത്തിലുള്ള ആചാരങ്ങൾ നിർബന്ധം പിടിക്കുന്നവരാണ്. ആ സമയത്ത് അവർക്ക് അങ്ങനത്തെ അതിൽ എന്തെങ്കിലും വ്യത്യാസം വരുമ്പോൾ അവർ ഭയങ്കര വിഷമമുണ്ടാവും. അപ്പൊ ഏറ്റവും പ്രധാനം ഇവിടെ സ്ത്രീകളാണ് ഇതിനായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏറ്റവും ഈ അമ്പലത്തിൽ പ്രധാനം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പത്രക്കുറിപ്പ് വായിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്നത് ടിപ്പു സുൽത്താന്റെ പടയോട്ട കാലഘട്ടത്തിൽ അമ്പലങ്ങളൊക്കെ പൊളിക്കുന്ന കാലഘട്ടത്തിൽ പൊളിഞ്ഞ് ചേർത്ത വിഗ്രഹങ്ങൾ ചേർത്താണ് ഇവിടെ പ്രതിഷ്ഠ വന്നതെന്നുള്ളൊരു വിശ്വാസം പറയുന്നുണ്ട്. അത് തെറ്റാണ്, തെറ്റായൊരു വിശ്വാസം. അതൊരു റോങ് ഇൻഫർമേഷൻ. എന്താണെന്ന് വെച്ചാല് യൂട്യൂബുകാർ വരും. അപ്പൊ ആ യൂട്യൂബുകാർ ചില പകൽ അടച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഇവിടെ മേൽശാന്തി ഉണ്ട്, മേൽശാന്തി വരാൻ ചിലവര് വന്നു പോകും. അത് ഞാൻ കേട്ടിരുന്നു. അങ്ങനെ ഒന്നുമില്ല. ടിപ്പു സുൽത്താൻ വന്ന് ഈ ഭാഗത്തേക്ക് വന്ന് അങ്ങനെ ഒരു തെറ്റായ രീതി, തെറ്റായ ഒരു ഇൻഫർമേഷൻ. ഇവിടെ തന്നെത്താൻ ഇത് വന്ന്. കാരണം ഒരു ഐതിഹ്യം എങ്ങനെ ഉണ്ടായിരുന്നു, ഇവിടെ ഏറ്റവും മുമ്പ് ഒരിക്കലും ദേവിക്കാണ് കൂടുതൽ, അന്നപൂർണേശ്വരി ദേവി വനദുർഗിക്കാണ് കൂടുതൽ പ്രാധാന്യം ഉണ്ടായിരുന്നു. അങ്ങനെ അതിനുശേഷം നമ്മളുടെ മെയിൻ അമ്പലങ്ങളിലെ ഇതാണല്ലോ അഷ്ടമംഗല്യ പ്രശ്നം. അഷ്ടമംഗല്യ പ്രശ്നത്തില് ആണ് ഇവിടെ ശാസ്താവുണ്ട്. ശാസ്താവും പിന്നെ ഒരു ദേവിയും എല്ലാവരും കൂടി ഇരിക്കുന്നതാണ് ഇവിടെ. അങ്ങനെയാണ്. അതിനു മുമ്പ് ഒരു ഒറ്റ പ്രതിഷ്ഠ പോലെ ഇരുന്നതാണ്. അതുകൊണ്ടാണ് അപ്പൊ ഇത് അങ്ങനെ ടിപ്പു സുൽത്താനായിട്ട് യാതൊരു ബന്ധവുമില്ല ഇവിടെ. അങ്ങനത്തെ അതൊരു ഫേക്ക് സ്റ്റോറിയാണ്. അത് ഫേക്ക് സ്റ്റോറിയാണ്. അത് തീർച്ചയായിട്ടും ഫേക്ക് സ്റ്റോറിയാണ്. ഇതിന്റെ കാലപ്പഴക്കം ഇപ്പോഴും പറഞ്ഞു വരുന്നത് വെച്ചാല് സംഘാലത്ത് ഒരു ഞാൻ പറഞ്ഞില്ലേ തൃക്കണ്ണാമതിലകം, ആ സമയത്ത് അവിടെ ഒരു തൃക്കണ്ണാമത്തിൽ ഒരു അമ്പലം ഉണ്ടായിരുന്നു. അപ്പൊ അതൊരു ചെറുതായിട്ട് അങ്ങനെ ഇടുന്നുണ്ട്. ആ സമയത്ത് മുമ്പായിട്ട് തന്നെ ഇവിടെ ഉണ്ട് അമ്പലം. അങ്ങനെയാണ് ഇതിങ്ങനെ പറഞ്ഞു വന്നിരിക്കുന്നത്. അതിന്റെ കാലം അതായിട്ട് അത് ടോട്ടലി ഫേക്ക് സ്റ്റോറിയാണ്. ഓക്കെ, ഇനിയിപ്പോ ഇവിടെ അമ്പലത്തിൽ വരുന്നവരോട് എന്തെങ്കിലും പറയാനുണ്ടോ? വരുന്നവരോട് ഇത്രയേ ഉള്ളൂ. ഇത് ഞാൻ എപ്പോഴും ഇപ്പൊ ഇവിടെ ഒരു ഫോട്ടോ കൊടുക്കുന്നതിനോ എന്താ, ഈ അമ്പലം കാത്തു സൂക്ഷിക്കുന്നത് നമ്മുടെ വിശ്വാസം. അപ്പൊ നമ്മളിവിടെ വരുന്നവര് നിങ്ങൾ വിശ്വാസത്തോട് ഇവിടെ എത്തുക. പിന്നെ ഈ പ്രത്യേകിച്ച് നിങ്ങൾ ഏപ്രിൽ മാസത്തിൽ വരുമ്പോൾ അറിയാൻ പറ്റും. മാർച്ച് ഏപ്രിൽ
ആ സമയത്ത് അറിയാൻ പറ്റും ഇവിടുത്തെ ഇത് അവിടുന്ന് ആ ആൽത്തറയിൽ നിന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു കൊട പിടിക്കുന്ന പോലെയാണ് ഈ വൃക്ഷങ്ങൾ നിൽക്കുന്നത്. നമുക്ക് ശ്രദ്ധിച്ചോളൂ. ആണ്ട അപ്പൊ അതിനെ നമ്മൾ നിലനിർത്തി കൊണ്ടുപോകുന്നത് ഈ വിശ്വാസത്തിന്റെ പേരിലാണ്. ഒരു തരത്തിലും നമ്മള് ഈ ഇതിനെ നശിപ്പിക്കരുത്. ഇതിന്റെ പലരും ഇതിനെപ്പറ്റി പറഞ്ഞത് ഈ പരിസ്ഥിതിയും കൂടി ഇതിനെ നല്ലോണം പരിസ്ഥിതി വളരെയധികം ഇതിനെ ചെയ്യുന്നുണ്ട് നമ്മുടെ പരിസ്ഥിതിക്ക്. കാരണം പിന്നില് ഒരു 5 സെന്റിൽ കൂടുതലാണ് ഒരു കുളം, ഇവിടെ ഒരു കുളം, 2 കുളം, പിന്നെ അവിടെ ഒരു കുളം, അതിലൊക്കെ വെള്ളം നിറഞ്ഞു കിടക്കണം. ഇവിടെ ഒരു കുളം, പിന്നെ അപ്പുറത്ത് വഴി സൈഡിൽ അവിടെ ഈ ആൾക്കാർ പലപ്പോഴും വഴി സൈഡിലായതുകൊണ്ട് ചിലപ്പോ ഒക്കെ ഓരോന്ന് വലിച്ചെറിയുന്നുണ്ട്. ഇങ്ങനെ 4 കുളം ഈ 3 ഏക്കർ സ്ഥലത്തുണ്ട്. അപ്പൊ അതിനെപ്പറ്റി നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇത്രയും 4 കുളം, അതില് 3 കുളം വലിയ കുളങ്ങളാണ്, അതിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്നുണ്ട്. ഒരിക്കലും പറ്റാത്ത ഇപ്പോഴും പുളിയുണ്ടോ? അല്ല, പുളിയൊന്നുമില്ല അതില്. അവിടെ മാത്രം ഞങ്ങള് ധർമ്മദേവത്തിന്റെ അവിടെ ഇതുണ്ടായിരുന്നു. ഇതിനോട് ചേർന്ന് ഒരു ധർമ്മദേവ ക്ഷേത്രമുണ്ട്, ഭദ്രകാളി. ഇത് പ്രകൃതിയെ കൺസർവേറ്റ് ചെയ്യുന്ന രീതിയിലാണ് കാവപ്പുളം നിലനിന്ന് പോരുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വിശ്വാസത്തിന്റെ പേരിൽ നമ്മളെ തുടർച്ചയായിട്ട് നിലനിർത്തി പോകുന്നത്. പിന്നെ ഈ ഇടയ്ക്ക് ഒരു BMC പരിസ്ഥിതി വകുപ്പായിട്ട് എടുത്തിട്ട് അവര് ഒരു പ്രൊഫസർ MES ആസ്മാവി കോളേജ് പ്രൊഫസർ അസോസിയേറ്റ് പ്രൊഫസർ അമിതാഭ് ബച്ചൻ ഇതിന്റെ അവർ റിസർച്ച് സ്റ്റുഡന്റ് ആയിട്ട് ഒരു മാസത്തോളം പണിയെടുത്ത് 270 തരം സസ്യലതാദികളും മരങ്ങളും ഇതിനകത്തുണ്ടെന്നാണ് പറയുന്നത്. അവര് കംപ്ലീറ്റ് അതിനെ മാപ്പ് ചെയ്തിട്ടുണ്ട്. സർവേ പ്രകാരം ഒരു മാസത്തെ സമയം എടുത്തു. 270 തരം. അപ്പൊ ഇക്കൊല്ലം അത് കണ്ട് പച്ചത്തുരുത്ത് എന്നുള്ള ഈ പരിസ്ഥിതി വകുപ്പിന്റെ ഒരു ഇതില് ഏറ്റവും പ്രധാനപ്പെട്ട കാവായിട്ട് നമ്പർ 1ാം സ്ഥാനം ഈ ഇതിന് കിട്ടിയിട്ടുണ്ട്. ശംഖുളങ്ങര കാവിന്. ഒരു ഹോൺബിൽ കൺസർവേഷൻ സൊസൈറ്റി എന്നുള്ള ഒരു ബോർഡ് കൂടി ഞാൻ താഴെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഈ അമിതാഭ് ബച്ചന്റെയാണ്, അദ്ദേഹത്തിന്റെ ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് അത്. അപ്പൊ അങ്ങരും അതിനോട് വളരെ ഇതിനകത്ത് ഈ ഇങ്ങനെ ഇതിന്റെ ബയോഡൈവേഴ്സിറ്റിയും ഇതൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ വളരെ താല്പര്യമുള്ള ആള്. ഇതിന്റെ ഇതായിട്ട് ആൾക്ക് നിയമപരമായിട്ട് ഇതിനെപ്പറ്റി കുറെ കാര്യങ്ങൾ അറിയാം. പഞ്ചായത്തിന് അഡ്വൈസ് ചെയ്യുന്നതും ഇതായിട്ട് പരിസ്ഥിതിയായിട്ട് അഡ്വൈസ് ചെയ്യുന്നതും അദ്ദേഹം തന്നെയാണ്. ഓക്കെ, അപ്പൊ തന്നെ താങ്ക് യു. ഇവിടെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ അമ്പലത്തിന്റെ ഇവിടെ ആനയെ എഴുന്നള്ളിക്കാൻ പാടില്ല എന്ന് കാലങ്ങളായിട്ട് വരുന്നുണ്ട്. അപ്പൊ അതില് എനിക്കിപ്പോ ഞാൻ ഇത്ര സീനിയർ, എന്റെ സമയത്തൊന്നും ആന എഴുന്നള്ളിച്ചില്ല. ഒരു 2007 8 അറിയില്ല. ഞങ്ങളുടെ ഇവിടുത്തെ വേറെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വന്ന ഒരു ആന ഞങ്ങളെ ഇവിടെ ഈ പറമ്പിൽ കൊണ്ടുവന്ന് കെട്ടാന്ന് പറഞ്ഞു. അപ്പൊ അന്നത്തെ സെക്രട്ടറി ആയിട്ട് പറഞ്ഞു, ഇവിടെ കെട്ടാതിരിക്കുന്ന സാറിന് ഇവിടെ ആനകൾ കൊണ്ടുവരാറില്ല, അപ്പൊ ഞങ്ങളുടെ ഈ ധർമ്മദേവൻ പറമ്പിൽ കൊണ്ട് കെട്ടാൻ പറഞ്ഞിരുന്നു. അങ്ങനെ അദ്ദേഹം പറഞ്ഞെങ്കിലും ആള് കെട്ടിയിട്ട് പോയി. പക്ഷെ ഇതിൽ ഏറ്റവും കൂടുതൽ അന്ന് ഉണ്ടായ സംഭവമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ വിശ്വാസം വരുന്നത്. അപ്പൊ അന്നത്തെ ദിവസം ആന പിന്നെ ഇവിടുന്ന്, അതിൽ എത്ര വലിയ ആന, കുട്ടിയാന പോലെ തന്നെയായിരുന്നു, പിന്നെ ഇവിടുന്ന് അതിനെ കൊണ്ടുപോണ്ടി വന്ന് ക്രെയിൻ വന്നിട്ട. അതിന് വയറിന് അസുഖമായി, വയറ് പ്രശ്നമായി, ഇളകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം എണീറ്റ് നിൽക്കാൻ പറ്റാത്ത നേരമായി. ഇത് 2007 8 അറിയില്ല, അന്ന് ഈ സംഭവം ഉണ്ടായി. അപ്പൊ അത് എന്തോ ആയിരിക്കാം, ആനയ്ക്ക് അസുഖമായിരിക്കും, എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പൊ അതിൽ കൂടുതൽ വിശ്വാസം. കാരണം ഈ പറമ്പിലേക്ക് ആനയെ കൊണ്ടുവരാൻ പാടില്ലാന്ന് അന്ന് വെറുതെ അവിടെ കൊണ്ടുവന്ന് കെട്ടി. അപ്പൊ വന്ന് ചോദിച്ചു, ആന ഇവിടെ അന്ന് പണ്ടത്തെ കാലത്ത് ആനകളെ ഉത്സവം കഴിഞ്ഞ് അങ്ങനെ കൊണ്ടു നടക്കും, പട്ടകളെ എടുക്കാനും മറ്റുമായിട്ട്. അപ്പൊ ആ രീതിയിൽ ഇവിടെ കൊണ്ടുവന്നു കെട്ടിക്കോട്ടെ എന്ന് ചോദിച്ചു. പറമ്പിൽ കെട്ടി. ശരി, പറമ്പിൽ ഇവിടെ ആന കൊണ്ടുവരാറില്ല എന്ന് പറഞ്ഞെങ്കിലും ശരി എന്നാ കെട്ടിക്കൊള്ളുന്നു. അന്ന് ശ്രദ്ധിച്ചില്ല. പക്ഷെ പിന്നെ കൊണ്ടുപോകുമ്പോ ആനയ്ക്ക് അസുഖങ്ങളായി, ആന പിന്നെ പൊക്കി എടുക്കേണ്ടി വന്നു. അപ്പൊ അതുകൊണ്ട് ആ ഒരു പ്രത്യേകത കൊണ്ട് ഈ അമ്പലത്തിലുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കൂടുതൽ ഇങ്ങനത്തെ വിശേഷങ്ങളായിട്ട് പങ്കുവയ്ക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. താങ്ക് യു.